നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ ഡെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹ അരോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഇന്നത്തെ പതിവ് എന്താച്ചാല്, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിചിത്രമായി തോന്നിയാലും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ചില കാര്യങ്ങൾ, അത് വിശ്വാസമുള്ളവർ മാത്രം ചെയ്താൽ മതി. അല്ലാത്തവർ വീഡിയോ സ്കിപ്പ് ചെയ്തോളുക. ശരിയാ? ഇപ്പോൾ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു ചില പൊരുൾ ചേർത്ത് കുളിച്ചാല്, അതല്ല 2-3 പൊരുൾകൾ ചേർത്ത് കുളിച്ചാൽ അത് ரொம்ப ரொம்ப വിശേഷമാനത്. ഞാൻ മുന്നേ പതിവിൽ പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മമുഹൂർത്ത സമയത്തിന് കുളിച്ചാൽ നല്ല ഒരു ഫലം നിങ്ങൾക്ക് കിട്ടുമെന്ന്. അത് ഏതൊരു വിശേഷ നാളായിരുന്നാലും ശരി, നോർമലി ഉള്ള ദിവസമായിരുന്നാലും ശരി. നിങ്ങൾ വന്നിട്ട് രാവിലെ കുളിച്ചാലും ശരി, മധ്യാഹ്നം കുളിച്ചാലും ശരി, ഇല്ലെങ്കിൽ വൈകുന്നേരം രാത്രി കുളിച്ചാലും ശരി, നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തില് ഞാൻ പറയുന്ന ഈ ഒരു എളിയ പൊരുൾ ചേർത്ത് നിങ്ങൾ കുളിച്ചു നോക്കിക്കോളൂ. അത് വന്നിട്ട് പണത്തിനെ ഈർക്കാനുള്ള, അബ്സോർബ് ചെയ്യാനുള്ള ഒരു ശക്തിയുള്ള പൊരുള്, ഗുരു ഭഗവാന്റെ അരുളിരിക്കുന്ന ഒരു പൊരുള്, മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ള പൊരുള്, അതുപോലെ തന്നെ ശനി ഭഗവാന്റെ ദോഷങ്ങള് നമ്മളിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു പൊരുള്, പല പല ശക്തികളും അടങ്ങിയ ഒരു പൊരുള്, കെട്ട ശക്തികളെ പെരട്ടി ഓടിച്ച് നമ്മുടെ വരുമാനത്തെ കൂട്ടി പണത്തിനെ കൊണ്ടുവരാൻ ശക്തിയുള്ള ഒരു പൊരുള്, അതിശക്തിയാർന്ന ഒരു പൊരുളെന്ന് തന്നെ പറയാം. ഈ പൊരുളില് ഒന്നെങ്കിലും, ഈ പൊരുളിൽ ഏതെങ്കിലും ഒരു പൊരുൾ ചേർത്ത് നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ ചാലിച്ച് കുളിച്ചാൽ മതി. ഈ വർഷം മുഴുവനും നിങ്ങൾക്ക് പണവരവുണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് 16 സെൽവവും നിറഞ്ഞിരിക്കും. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും, പൊരുളാധാര പ്രശ്നം നിങ്ങൾക്ക് ഇരുന്നാലും, ഇനി വന്നിട്ട് നിങ്ങൾക്ക് പണത്തിന്റെ പ്രശ്നം എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ വരവേ വരാതെ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കി തരും. എന്താ ഞാൻ ഇത്ര സ്റ്റെബാണായിട്ട് പറയുന്നതെന്ന് വെച്ചാല്, പണം വന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വഴിയിൽ കൂടെ വന്നിട്ടേയിരിക്കും. ശരിയാ? ആ അളവിന് ശക്തിയാർന്ന ഒരു പൊരുളാണിത്. മഹാലക്ഷ്മിയുടെ കടാക്ഷം നിറഞ്ഞ ഒരു പൊരുളായിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശനി ദശയോ 7 ദശയോ ഇതിനാല് നിങ്ങളുടെ ജീവിതത്തില് വന്നിട്ട് കടം പ്രശ്നം, വരുമാനത്തിൽ വരുന്ന പ്രശ്നങ്ങള് അതെല്ലാം ഇരിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ശനി ദോഷത്തെ നീക്കാൻ കഴിവുള്ള ആ പൊരുളിനെയും നമ്മൾ ചേർത്തിട്ട് ആ വെള്ളത്തിൽ ചേർത്ത് കുളിക്കണം. അതിനാല് ശക്തിയാർന്ന ഈ എളിയ പരിഹാരത്തെ നമ്മൾ ചെയ്യുമ്പോൾ, ഇത് പരിഹാരമൊന്നും പറയാൻ പറ്റില്ല. കാരണം വെള്ളത്തിന് വന്ന് എപ്പോഴും ഒരു കുളിർച്ച ഇരിക്കുന്നുണ്ടല്ലോ, ഒരു ശക്തി ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇത് ആടിമാസത്തിൽ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ പവറായിരിക്കും. സോ നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ ഈ ഒരു എളിയ പൊരുൾ ചേർത്ത് കുളിച്ചോളുക. അതിലൂടെ നിങ്ങൾക്ക് വരുമാനം എന്നത് ഏതെങ്കിലും ഒരു വഴിയിലിരുന്ന് നിങ്ങൾക്ക് വന്നിട്ടേയിരിക്കും. വിശ്വാസത്തോടെ ചെയ്ത് നോക്കിക്കോളുക. വളരെ സിമ്പിള്. ഇതിൽ വന്നിട്ട് നിങ്ങൾ ഒരു പൊരുൾ ചേർത്താലും ശരി, ഇല്ല എല്ലാ പൊരുളും ചേർത്താലും ശരി, ഏത് നേരത്തിൽ കുളിച്ചാലും ശരി, നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ ഇത് ചേർത്ത് കുളിച്ചോളൂ. നിങ്ങൾക്ക് പണവരവ് അധികരിച്ച് കിട്ടും. വിശ്വരൂപ വളർച്ചയെ കൊടുക്കக்கூடிയത്. അത് മാത്രമല്ല, വലിയ ഒരു കോടീശ്വര യോഗം തന്നെ വരാന് ഇത് കാരണമാകും. ശരിയാ? ആടിമാസത്തിൽ വന്നിട്ട് ഏതൊരു ശുഭകാര്യങ്ങളും നല്ല കാര്യങ്ങളും നമ്മൾ ചെയ്യാതെ ഇരുന്നാൽ, നമ്മൾ ഒരു ചില വഴിപാടുകൾ ചെയ്യുന്നത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ്. അത് നമുക്ക് പലതരത്തിലുള്ള വരവ് വർദ്ധിപ്പിക്കും. നിങ്ങളുടെ തലയിലെഴുത്തേ മാറക്കൂടിയ ശക്തിയാർന്ന ഒരു വഴിപാടെന്ന് തന്നെ ഇതിനെ പറയാം. ജീവിതത്തിൽ മിക്കപ്പെരിയ കോടീശ്വര യോഗം നമ്മളെ തേടി വരും. കാരണം വെള്ളത്തിന്, ജലത്തിന് വന്നിട്ട് അപരിമിതമായ ശക്തി ഇരിക്കുന്നുണ്ട്. പ്രപഞ്ച ശക്തിയെ അധിക അളവില് ഈർപ്പിച്ച് തരக்கூடிய ഒരു ശക്തി വന്നിട്ട് ശുദ്ധജലത്തിന് ഇരിക്കുന്നുണ്ട്. നമ്മൾ വെളിയിലൊക്കെ പോയി ഭയങ്കരമായിട്ട് വെയിലൊക്കെ അടിച്ച് അലഞ്ഞു തിരിഞ്ഞ് വരുമ്പോൾ, അപ്പാ ഇത് എന്നാ വെയില് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കും. കുറച്ച് സമയം ഇരുന്നിട്ട് ഒരു ടംബ്ലർ വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ ആ ഒരു ആശ്വാസം നമുക്ക് കിട്ടുമില്ലേ? അപ്പൊ വന്നിട്ട് നമ്മൾ കുറച്ച് റിലാക്സ് ആവുമില്ലേ? എന്നതിന് ശേഷം നമ്മൾ പോയി കുളിച്ചിട്ട് വരുമ്പോൾ എന്താ ഒരു റിഫ്രഷ്മെന്റ്. അപ്പോൾ അയ്യാടാ, ഉയിര് വന്ന് വീണ്, അങ്ങനെ ഒരു ഇത് നമുക്ക് മനസ്സിൽ തോന്നുമില്ലേ? അതായത് ജലത്തിന്, തണ്ണീർക്ക് വന്നിട്ട് അങ്ങനെ ഒരു പോസിറ്റിവിറ്റി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന തണ്ണീരിൽ നിങ്ങൾ കുളിക്കുമ്പോൾ ഒരു ചില പൊരുൾകൾ, അതായത് വരുമാനം വർദ്ധിക്കാൻ വേണ്ടിയുള്ള പൊരുൾകൾ ചേർത്ത് കുളിക്കുമ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം വരാനുള്ള ചാൻസ് ഭയങ്കര അധികമാണ്.
ഇപ്പോൾ സമയവും കാലവും ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു ചില സമയത്ത് നമ്മുടെ സമയം ശരിയല്ലാതിരിക്കും. നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മൾ നല്ലതിലോട്ട് പോകത്തില്ല. എന്നാൽ ഒരു ചില സമയത്ത് നല്ലതായിരിക്കും. എന്നാൽ ഇതെല്ലാം കൂടി നമ്മൾ ചെയ്തു വയ്ക്കുമ്പോൾ നമ്മളുടെ ചില സമയത്തിന് നമുക്കത് വന്നിട്ട് പോസിറ്റീവായിട്ട് തന്നെ സംഭവിക്കും. കേട്ടിട്ടില്ലേ നിങ്ങൾ തൃച്ചെന്തൂർ കടലിൽ കുളിക്കുന്നത്, അതുപോലെ തന്നെ രാമേശ്വരത്ത് പോയി കടലിൽ കുളിക്കുന്നത്? ഇതൊക്കെ പുണ്യം ചെയ്തവർക്ക് മാത്രമേ ഭാഗ്യം കിട്ടുള്ളൂ എന്നൊക്കെ. ഗംഗയിൽ കുളിക്കുന്നത്, കാവേരി ആറ്റിൽ കുളിക്കുന്നത്, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? നമുക്ക് നന്മ വരുന്നതിന് വേണ്ടിയിട്ട്. നമ്മുടെ ജാതകത്തിൽ എന്തെങ്കിലും ശരിയല്ലെങ്കിൽ പറയും, നീ പോയി തൃച്ചെന്തൂര് കടലിൽ നീരാടിയിട്ട് വന്നാലേ പോതും നിന്റെ കഷ്ടമെല്ലാം നീങ്ങിക്കിട്ടുമെന്ന്. എന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ അവിടെ ഇരിക്കുന്ന തണ്ണീർക്ക് അത്രയും ശക്തി ഇരിക്കുന്നുണ്ടെന്ന്. അപരിമിതമായ ആ ശക്തിയിലൂടെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിക്കിട്ടും വിശ്വാസത്തിനാലെയാണ് അത് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുന്ന എല്ലാ പൊരുളും വെച്ചാണ് നിങ്ങൾ കുളിക്കുന്നതെങ്കിൽ ഒരു ചെമ്പിൽ നിങ്ങൾ ഈ എല്ലാ പൊരുളും ഇട്ട് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീട്ടിലിരിക്കുന്ന എല്ലാവരും വന്നിട്ട് ഓരോ സ്പൂൺ എടുത്ത് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചിട്ട് കുളിച്ചാലും മതി. നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് ഇരുളെല്ലാം നീങ്ങിയിട്ട് നിങ്ങൾക്ക് വെളിച്ചം പ്രകാശമായിട്ട് വന്നു ചേരും. എല്ലാ കഷ്ടപ്പാടുകളും നിങ്ങളെ വിട്ട് അകന്നു മാറി നിങ്ങൾക്ക് നന്മ വരുമെന്ന്. അസുഖങ്ങളെല്ലാം മാറി നിങ്ങൾ നല്ല ആരോഗ്യവാനും ആരോഗ്യവതികളുമാവും. അതുപോലെ തന്നെ കടം നീങ്ങിയിട്ട് നിങ്ങൾക്ക് പണപ്പെരുപ്പുണ്ടാവും. ഇങ്ങനെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നത്തിനും നിങ്ങൾക്ക് ഒരു തീർവ് കിട്ടും. ഫസ്റ്റ് പൊരുൾ എന്താണെന്ന് നോക്കിയാൽ കുപ്പമേനി വേരാണ്. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു, അത് ആ പതിവ് കണ്ടവർക്ക് അറിയാം. കുപ്പമേനി വേര് ഇത് നമ്മുടെ റോഡ് സൈഡിലൊക്കെ കിട്ടുന്നതാണ്. ശരിയാ, കുപ്പമേനി വേര് അതങ്ങനെ കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചോളുക. ഈ കുപ്പമേനി വേരെന്നത് താന്ത്രിക പരിഹാരത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേരാണ്, ഭയങ്കര ശക്തിയുള്ളത്. അത് വേര് പിഴുതെടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും വെള്ളവും ചേർത്തുള്ള വെള്ളത്തിലും കൂടെ ഒന്ന് കഴുകിയെടുത്തോളുക. എന്നതിന് ശേഷം കുളിക്കുന്ന ജലത്തിൽ ചേർത്തോളുക. സെൽവം വന്നിട്ട് താറുമാറായിട്ട് ഈർപ്പം, അതായത് പൈസ വന്നിട്ട് താറുമാറായിട്ട് ഇങ്ങനെ വന്നിട്ടേ ഇരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക്. ശരിയാ. ഇനി അടുത്ത പൊരുൾ എന്താച്ചാല് വെട്രിവേരാണ്. വെട്രിവേരെന്ന് പറഞ്ഞാൽ അത് രാമച്ചം അറിയാലോ. രാമച്ചം ചേർത്ത് കുളിച്ചാൽ എന്തൊക്കെ ബലം ഉണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഫസ്റ്റ് കുപ്പമേനി വേര്, സെക്കൻഡ് വന്നിട്ട് രാമച്ചം. ഈ വെട്രിവേര് രാമച്ചം വന്നിട്ടും ഭയങ്കരമായിട്ട് പണത്തെ അധികരിക്കാൻ, പണത്തെ ഇങ്ങനെ വശ്യമായിട്ട് എടുക്കാനുള്ള ശക്തി കൂടിയത്. കോവിലിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ സ്വാമിക്ക് മാല കെട്ടി പോട്ടിരിക്കുന്നത് ഈ രാമച്ചം കൊണ്ടൊക്കെ? അതൊക്കെ ഭയങ്കര, അതായത് നമുക്ക് സെൽവത്തെ ഇങ്ങനെ അധികരിച്ച് വരാനായിട്ട് ഭയങ്കര കാരണമാകും. ഈ വെട്രിവേരായാലും ശരി, നമ്മുടെ കുപ്പമേനി വേരായാലും ശരി, ഇത് വന്നിട്ട് നമുക്ക് കുളിർച്ചയെ തരും. അതായത് വെട്രിവേര് വന്നിട്ട് നമ്മൾ അതിൽ കുളിക്കുന്നതിനാൽ നമ്മുടെ ദേഹം നല്ല തണുക്കും. ശരിയാ. അടുത്ത പൊരുൾ എന്താച്ചാല് നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ തന്നെ ഒരു 2 രൂപ കോയിൻ എടുത്ത് മഞ്ഞളും കുങ്കുമം ഒക്കെ പൂശി അത് ദൈവത്തിന്റെ പടത്തിന്റെ അടുത്ത് വെച്ചോളുക. അതങ്ങനെ വയ്ക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അൽമാരയിലോ എവിടെയെങ്കിലും വെച്ചാലും മതി. എന്നിട്ട് ആ 2 രൂപ കോയിൻ എടുത്ത് നിങ്ങൾ കുളിക്കുന്ന സമയത്തിന് ഈ വെള്ളത്തിൽ അതും കൂടെ ചേർത്തോളുക. ഇത് എന്നിട്ട് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഒരാൾ ഇത് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾക്ക് അതേ പൈസ തന്നെ കൊടുത്താൽ മതി. അവര് ആ കുളിക്കുന്ന വെള്ളത്തിൽ ആ പൈസ തന്നെ ഇട്ട് കുളിച്ചോട്ടെ, അതുകൊണ്ട് ഒരു പ്രശ്നവും വരുന്നില്ല. ഇങ്ങനെ ഈ നാണയം നിങ്ങളിട്ട് കുളിക്കുമ്പോൾ പറയേണ്ടത്, എനിക്ക് പണം വന്നു ചേരണം, എനിക്ക് സെൽവം വന്നു ചേരണം എന്ന് നിങ്ങൾ മനസ്സിൽ പറഞ്ഞു വേണം കുളിക്കാനായിട്ട്. ഭഗവാനെ, എനിക്ക് പണം വന്നു ചേരണം, എൻ്റെ കടമെല്ലാം മാറ്റി തരണം, എൻ്റെ പ്രശ്നത്തിൽ നിന്ന് എന്നെ മുക്തിയാക്കി തരണം എന്ന് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ഈ കോയിൻ അതിലിട്ട് കൂടെ ചേർത്ത് കുളിച്ചോളുക. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പണവരുമാനം എന്നത് പെരുക്കിക്കൊണ്ടേയിരിക്കും. അതിൽ യാതൊരു മാറ്റവും വരത്തില്ല. അടുത്ത പൊരുൾ എന്താ വെച്ചാൽ കറുത്ത എള്ളാണ്. കറുത്ത എള്ള് എന്നാൽ വിഷ്ണു ഭഗവാനോടെ വിയർപ്പിൽ നിന്നുണ്ടായതെന്നാണ് ഐതിഹ്യമായി പറയപ്പെടുന്നത്. കറുത്ത എള്ള് വന്നിട്ട് ശനി ഭഗവാനിൽ നിന്നുള്ള നമ്മുടെ ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. മാത്രമല്ല ആടി അമാവാസ്യയിൽ പിതൃതർപ്പണത്തിനായിട്ട് നമ്മൾ ഈ കറുത്ത എള്ള് വെച്ചാണ് ഉപയോഗിക്കുന്നത്. ഈ കറുപ്പ് എള്ള് വന്നിട്ട് നമ്മുടെ ദോഷങ്ങളെല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോകണം. അതുപോലെ തന്നെ ശനിദോഷം നമ്മളെ വിട്ടു പോകണം. അതിനായിട്ട് ഈ കറുത്ത എള്ള് ഒരു 4 എള്ള് ഇരുന്നാൽ കൂടെ പോതും. കുളിക്കുന്ന വെള്ളത്തിലോട്ട് ഈ 4 എള്ള് കൂടെ ചേർത്തോളുക. അടുത്ത പൊരുൾ എന്താ വെച്ചാൽ ഗ്രാമ്പൂ ആണ്. ഒരു 2-3 ഗ്രാമ്പൂ ഇരുന്നാൽ പോതും. കുളിക്കുന്ന വെള്ളത്തിൽ അതുകൂടെ ചേർത്തോളുക.
വീട്ടിലിരിക്കുന്ന എല്ലാവരും ചേർത്തോളുക. ഒരു ചെറിയ തണ്ടായാലും മതി, നന്നായിട്ട് ഇടിച്ചിട്ട് ഇട്ടോളുക. ശരിയാ. പണത്തെ ഈർക്കക്കൂടിയ അതിശക്തിയാർന്ന ഒരു പൊരുളിൽ ഒന്നാണ് ഗ്രാമ്പൂ. ഈ തണ്ണീറിൽ നമ്മൾ ഗ്രാമ്പൂവും കൂടെ ചേർത്ത് കുളിക്കുക എന്നത് അതിവിശേഷം. അതിനാൽ പണവരുമാനം പെരുകിക്കൊണ്ടേയിരിക്കും. അടുത്ത പൊരുൾ വന്നിട്ട് തേങ്ങയിൽ ഒരു ചെറിയ പീസ് മതി. അത് നിങ്ങൾ പാലായിട്ട് എടുത്താലും കുഴപ്പമില്ല, ഇല്ല തേങ്ങാപ്പൂളായിട്ട് പൂളി ഇങ്ങനെ എടുത്താലും മതി. ഒന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇതെടുത്തിട്ട് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചതയ്ക്കുന്ന കല്ലിൽ വെച്ച് കുറച്ച് ചതച്ചെടുത്തിട്ടാലും മതിയാവും. തേങ്ങ പാല് ഒഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒരു 1/2 സ്പൂണ് ഒഴിച്ചാൽ പോതും. ശരിയാ. അടുത്ത പൊരുൾ നോക്കിയാൽ എന്താ വെച്ചാൽ അത് വന്നിട്ട് കല്ലുപ്പാണ്. ഇതിനോണ്ട് പോതും. പിന്നെ കല്ലുപ്പിൻ്റെ വേറൊരു ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ദൃഷ്ടിദോഷം മാറ്റാനും നമ്മുടെ ദേഹത്തുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും മാറിപ്പോവാനും കല്ലുപ്പ് കാരണമാകും. അതിനാൽ ഡെയിലി കുളിക്കുമ്പോഴത്തേന് നിങ്ങൾ കല്ലുപ്പ് കുറച്ചെടുത്തിട്ട് കുളിക്കുന്നത് വളരെ നല്ല കാര്യം. ഓരോരോ വിശേഷ നാളുകളിൽ വന്നിട്ട് നിങ്ങൾ കല്ലുപ്പ് பயன்படுത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ്. അത്രയ്ക്കും ഒരു ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു തിങ്സാണ് കല്ലുപ്പ്. കടലിൽ കുളിച്ചാൽ നമ്മളുടെ എല്ലാ ദോഷങ്ങളും എങ്ങനെ വിലകി മാറുമോ അതുപോലെയാണ് കല്ലുപ്പിട്ട് കുളിച്ചാലും കിട്ടുന്നത്. മഹാലക്ഷ്മി ദേവിയുടെ അംശം കുടികൊള്ളുന്നുണ്ട് കല്ലുപ്പിൽ. നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പ് ചാലിച്ച് കുളിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിൽ വന്നു ചേരും. കല്ലുപ്പിന് വന്നിട്ട് ഒത്തിരി വിലയൊന്നുമില്ല. വീട്ടിൽ എത്ര പേരിരിക്കുന്നുവോ അവരെല്ലാവരും ഇങ്ങനെ കുളിച്ചോളുക. ഒത്തിരി നല്ല ബലം തരും. ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ പൊരുൾക്കളും വന്നിട്ട് സെൽവത്തിനെ ഈർപ്പിച്ച് നമുക്ക് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിവുള്ളവ. ശനി ഭഗവാനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോകാനായിട്ട് ഈ പൊരുൾക്കൾ നമ്മെ നന്നായിട്ട് സഹായിക്കും. ഇതിട്ട് നിങ്ങൾ വെള്ളത്തിൽ കുളിച്ചാൽ നിങ്ങൾക്കിരിക്കുന്ന കടങ്ങളെല്ലാം നീങ്ങി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മുന്നേറ്റം ഉണ്ടാകാൻ പറ്റും. അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറി നല്ല ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കാൻ പറ്റും. ജീവിതം വന്നിട്ട് ഇനി വസന്തകാലമായിട്ട് മാറും. പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.